കഷ്ടപ്പെടാനുള്ള മനസ്സൊക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ കഷ്ടപ്പാട് ആർക്കും വേണ്ട. എടോ ഇത്രയുള്ള താൻ. ഞാൻ കരുതിയത് കുറച്ചുകൂടെ ഒക്കെ ഒരു മനക്കെട്ടി ഉണ്ടാവുന്ന. മനക്കെട്ടി കാണിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ 1-2 അടികളല്ല, ഇടി വെട്ടുന്ന പോലെ ഇങ്ങ് വന്നോണ്ടിരിക്കുക. എടോ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. അവിടുത്തെ ആ പണിക്കാരെയും കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിപ്പോ വളരെ പർപ്പസായിട്ട് ആരോ പുറകെ കൂടിയിരിക്കുക. അതിനി പ്രത്യേകിച്ച് ആളെ അന്വേഷിച്ച് നടക്കണോ? ആളാരാണെന്ന് അറിഞ്ഞൂടെ? ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമുള്ളത്, ഇങ്ങോട്ട് തല്ലുന്നത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ നമ്മൾ തിരിച്ചു തല്ലുന്നതും സോഷ്യൽ മീഡിയ വഴിയായിരിക്കണം. നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ആറ്റുവാശ്ശേരി സദ്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെങ്കിൽ കാണിക്കണം. നമ്മുടെ പാചക ക്രമീകരണങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കണമെങ്കിൽ ലൈവ് ഓടണം. വിശക്കുന്ന മനുഷ്യർക്ക് കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചതാണ് തെറ്റ്. എന്തൊരു കാലല്ലേ. നമുക്ക് എന്തായാലും അത് മാറ്റിമറിക്കാൻ പറ്റില്ല. പകരം നമ്മുടെ രീതികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കും പിടിച്ചിരിക്കണ്ട മോളെ. സത്യം പറ, വരുൺ ഇപ്പോഴും ആറ്റുശ്ശേരി സദ്യ തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ടോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എല്ലാവരും പറയാറില്ലേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അമ്മയെ ഇഷ്ടമല്ല, അമ്മയെ റെസ്പെക്ട് ചെയ്യാറില്ല എന്നൊക്കെ. പക്ഷേ അതില് ഏത് കുട്ടിയോടും ഭൂമിയിലെ ഏറ്റവും നല്ല വാക്ക് ഏതാണെന്ന് ചോദിച്ചാ അവരെന്താ പറയാ? അതമ്മേന്ന് തന്നെ. അതെ, അമ്മ. അമ്മ പാചകം ചെയ്യുന്ന അടുക്കള, ആ അടുക്കളയിൽ വേവുന്ന ഭക്ഷണം, അതിനടുത്തുനിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. ഈ ലോകത്തെ മുഴുവൻ വിഭവങ്ങൾ കൊണ്ട് നിരത്തിയാലും അവരുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അവരുടെ അമ്മയുടെ അടുക്കളയിൽ വേവുന്ന ചോറ് തന്നെയായിരിക്കും. ആറ്റുവാശ്ശേരി സദ്യ അതാണ്. ഇനി നമ്മളത് തെളിയിക്കാൻ പോവാ. നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമല്ല, പരസ്യത്തിലും. അതെ, തോൽക്കില്ല എന്ന് ആദ്യം തീരുമാനിച്ചത് താനാ. അന്ന് ഞാൻ തളർന്നു നിന്നതാ. പക്ഷേ ഇപ്പൊ ചെറിയൊരു തളർച്ച എന്റെ കൊച്ചിനെ ബാധിച്ചിട്ടുണ്ട്. അതിന് കെട്ടിയവന് ഒറ്റ മറുപടി ഉള്ളൂ, ദാ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. പോരെ? എന്താ ഡോക്ടർ? ഇപ്പൊ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോ വേണമെങ്കിലും അവസ്ഥ മോശമാവാം. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ ഉണ്ടായ ഇൻസിഡന്റ് പോലെയൊന്ന് ഇനി ഒരിക്കലും സംഭവിക്കരുത്. പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല, പിന്നെ എന്ത് ചെയ്യും? പുറത്തിറക്കാതിരിക്കുക, അടച്ചിടുക എന്നൊക്കെ പറയുന്നത് അല്പം കടുങ്കൈയാണ്.